Welcome to ONCE. Engineering Thermodynamics Module 2. One of the important points is flow energy. നമുക്ക് അതിനെപ്പറ്റി ഇന്നത്തെ ക്ലാസ് പഠിക്കാം. എന്താണ് ഫ്ലോ എനർജി? സോ ഫ്ലോ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടോട്ടൽ എനർജി. ശ്രദ്ധിക്കുക, ടോട്ടൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് അക്രോസ് എ സിസ്റ്റം ബൗണ്ടറി. സോ ഈ മൂന്ന് കീവേഡ്സ് ആലോചിച്ച് വെക്കുക. ഫ്ലോ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടോട്ടൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് across a system boundary. It is a combination of internal energy and flow work. So internal energy നമ്മൾ എപ്പോഴും U എന്ന് പറയും, flow workന് നമ്മൾ പറയുന്ന നൊട്ടേഷൻ ആണ് PV. So they are also known as enthalpy. So here another term called enthalpy. Enthalpy is denoted by the letter small h. So key properties analyzing open systems. So open systems നാത്ത് because energy is transferred across a system boundary. So that means that is an open system. So open systemത്തിനകത്ത് വളരെ കീ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എൻതാൽപി. സോ എൻതാൽപി എന്ന് പറയുന്നത് ഇന്റേണൽ ഹീറ്റ് എനർജി പ്ലസ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ മതി പ്ലസ് ഈ പറയുന്ന ഫ്ലോ വർക്ക്, അതിനെ നമ്മൾ PV വർക്ക് എന്ന് പറയും. സോ എൻതാൽപി റെപ്രസെന്റ്സ് ദ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് എ flowing fluid, making it essential for analyzing energy transfer in pumps, turbines and compressors. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് സിസ്റ്റം ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് ടോട്ടൽ എനർജി ആയിട്ട് കാണുമ്പോൾ അതിൽ ഇന്റേണൽ എനർജിയുടെ പങ്കുണ്ട്, പിന്നെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലോ വർക്കിന്റെയും പങ്കുണ്ട്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ DH എന്ന് പറയും, ഡിഫറൻസ് ഇൻ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പറയും, പ്ലസ് PdV വർക്ക് എന്നും പറയും, അതുപോലെ ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ VdP എന്നും പറയാറുണ്ട്. എനിവേ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ PV എന്ന് പറയുന്നത്. സോ PV പ്ലസ് PdV പ്ലസ് VdP. നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതുന്നേ ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. സോ ടോട്ടൽ എൻതാൽപി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. അപ്പൊ എപ്പോഴും ഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് എൻതാൽപി സംഭവിക്കുന്നത്. ബിക്കോസ് സിസ്റ്റം ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ ആണ് എൻതാൽപി. അതുണ്ടാകുന്ന സ്ഥലങ്ങളാണ് പമ്പ്, ടർബൈന്, കംപ്രസർ പോലുള്ള എക്സാമ്പിൾസ്. അപ്പൊ ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് ടോട്ടൽ എൻതാൽപി കണ്ടുപിടിക്കാനായിട്ട് H വേണം. H ഈക്വൽ ടു U പ്ലസ് P ഇൻറ്റു V. സോ ദിസ് ഈസ് അബൌട്ട് ദ ഫ്ലോ എനർജി. ഇതിനകത്ത് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന കമ്പോണന്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക കമ്പോണന്റ് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ദ ടെമ്പറേച്ചർ. ബിക്കോസ് വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ΔT അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. സോ ഇന്റേണൽ എനർജി ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് വിത്തിൻ എനി ഫ്ലൂയിഡ്. സോ ആ ഒരു ടോട്ടൽ കൈനറ്റിക് എനർജിയിൽ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യും. സോ ടെമ്പറേച്ചർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ചും ഉണ്ട്. സോ ഫ്ലോ വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ ആൻഡ് വോളിയം. പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ്, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്, ഇത് രണ്ടിനെയും നമുക്ക് ഫ്ലോ വർക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ ഐഡിയൽ ഗ്യാസസിന്റെ പറയുമ്പോൾ U ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉള്ളി. അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. U ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് U ഈസ് കോൺസ്റ്റന്റ്. ഇതൊരു എക്സെപ്ഷൻ ആണ്. അതായത് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി നമുക്ക് ഡെൻസിറ്റി കംപ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഒരിക്കലും ഡെൻസിറ്റി ചേഞ്ചസ് വരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വോളിയം ചേഞ്ചസ് വരാൻ പാടില്ല. അതാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയും. വോളിയം ചേഞ്ചസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ചേഞ്ചസ് ഇല്ല. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ U ഈസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഐഡിയൽ ഗ്യാസസിന്റെ കയ്യിലാണ് കൂടുതലായിട്ട് ടെമ്പറേച്ചറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇന്റേണൽ എനർജി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ΔT ഇൻവേരിയബിളി ലീഡ്സ് ടു ΔU. സോ എൻതാൽപി അല്ലെങ്കിൽ ഫ്ലോ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ദാറ്റ് സിംപ്ലിഫൈസ് അനാലിസിസ് ഓഫ് ഓപ്പൺ സിസ്റ്റംസ്. ഈ പറഞ്ഞ ഓപ്പൺ എന്ന് പറയുന്ന വേർഡ് നോക്കിക്കൊള്ളണം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ ഫ്ലോ അക്രോസ് ദ സിസ്റ്റം ബൗണ്ടറി, എസ്പെഷ്യലി ഇൻ സ്റ്റഡി ഫ്ലോ പ്രോസസ്സസ്. സോ സ്റ്റഡി ഫ്ലോ പ്രോസസ് സിറ്റുവേഷനിൽ ഫ്ലോ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് വി ക്യാൻ റൈറ്റ് ΔH ഈക്വൽ ടു H1 മൈനസ് H2 എന്ന് എഴുതാം. H1 സ്റ്റേറ്റിൽ നിന്നും H2 സ്റ്റേറ്റിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ 1 to 2 ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ H1 എന്നും
ഇതിനെ H2 എന്ന് എഴുതിയാൽ എൻതാൽപി ചേഞ്ച് നമുക്ക് H1 മൈനസ് H2 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിന് നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. സോ എൻതാൽപി അല്ലെങ്കിൽ ഫ്ലോ എനർജി is a state property that simplifies analysis of open systems in steady flow processes. So this is about what you call by the term flow energy. So flow energy is a flowing energy such that system boundary across അത് ഫ്ലോ ചെയ്യുന്നു. ഇന്റർണൽ എനർജിയും പി വിയും ആണ് അതിന്റെ കമ്പോണൻസ്. അതിന്റെ ആവശ്യം എപ്പോഴും ഓപ്പൺ സിസ്റ്റത്തിലായിരിക്കും. എൻതാൽപി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. പമ്പ്, ടർബൈൻ, കംപ്രസറിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതിന്റെ കമ്പോണൻസ് ആയ ഇന്റർണൽ എനർജി ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഫോർ ഐഡിയൽ ഗ്യാസ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഫോർ ഇൻകംപ്രസിബിൾ ലിക്വിഡ്സ് ഇറ്റ്സ് ലൈക്ക് കോൺസ്റ്റന്റ്. ഇപ്പോൾ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വോളിയത്തിന്റെ ഇത് മാറാൻ പറ്റില്ല. ഇൻകംപ്രസിബിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് യു കനോട്ട് ചേഞ്ച്. അതായത് ഇപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ലിക്വിഡ്സിനാണെങ്കിൽ A1 V1 ഇസ് എ കോൺസ്റ്റന്റ് എഴുതിയാൽ മതി. പക്ഷെ ഗ്യാസസിലാണെങ്കിൽ റോ ഇൻറ്റു A1 ഇൻറ്റു V1 ഇസ് എ കോൺസ്റ്റന്റ് എഴുതാറുണ്ട്. ബിക്കോസ് ഡെൻസിറ്റി ചേഞ്ചസ് ഉണ്ട്. അങ്ങനെ വരുന്നതാണ് നമുക്ക് ഗ്യാസസിനാണ് നമ്മൾ കംപ്രസിബിൾ എന്ന് പറയുക, കംപ്രസിബിൾ ഗ്യാസ്. പക്ഷേ ലിക്വിഡ്സ് നമ്മൾ എപ്പോഴും പറയാ ഇൻകംപ്രസിബിൾ എന്നാണ്. സോ ജസ്റ്റ് ഇൻകംപ്രസിബിൾ എന്ന് വിചാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ ലിക്വിഡ്സ് യു ഇസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് വിചാരിച്ചാൽ മതി. Liquids are generally considered incompressible, generally considered. Okay, and exceptions they're always there. Anyway, so flow energy state property ആണ്. Analysis open system എന്ന് പറഞ്ഞു, especially in steady flow processes. Okay, so this is about flow energy. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് കാണാം. Thank you.